നമസ്കാരം. ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു വിഹിതം ഞാൻ എല്ലാവർക്കും കൊടുക്കുമെന്ന്. അങ്ങനെ ഞാൻ കൊടുക്കുന്നുണ്ട്, ആരോടും ഞാൻ പറയാറുമില്ല. ഇപ്പോൾ ഈ ഇടയായിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജസും കോളുകളും കൂടുതൽ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥി എനിക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ചിട്ട് പറഞ്ഞു, 73,000 രൂപ ഫീസ് അടയ്ക്കാനുണ്ട്, അത് കാരണം കോളേജിൽ പോകാൻ പറ്റാതെ നിൽക്കുവാണ് എന്ന് പറഞ്ഞു. ഞാൻ ആ പയ്യനോട് പറഞ്ഞു, ഞാനിവിടെ ഇല്ല, എന്നെ കഴിയാവുന്ന എന്തെങ്കിലും ഒരു സഹായം ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഇല്ല, ഞാൻ തമിഴ്നാട് ഒരു ഓട്ടം പോയ പോകുന്നു. ഞാനുള്ള കാശുകാരനൊന്നുമല്ല, ഞാനൊരു പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ്. എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനത്തിൻ്റെ വീതമാണ് ഞാൻ ഇതിൽ നിന്ന് നൽകാമെന്ന് പറഞ്ഞത്. എൻ്റെ ഒരു സ്വപ്നമാണ് ഇങ്ങനെ കൊടുക്കുക. ഇപ്പോൾ ഈ മാസത്തെ കിട്ടുന്ന ഒരു വരുമാനത്തിൽ നിന്നാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരു വീൽ ചെയർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രമാണ് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ പല ആളുകളുടെ ധാരണ ഞാൻ ഒരുപാട് കാശുകാരനാണ്, കോടീശ്വരനാണ്, ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നുണ്ട് എന്ന രീതിയിലേക്കാണ്. ഒരുപാട് പേര്, ഒരാൾ 18 ലക്ഷം രൂപ ചോദിക്കുന്നു, ഒരാൾ 30 ലക്ഷം രൂപ ചോദിക്കുന്നു, എനിക്ക് വീട് മേടിക്കാൻ വേണ്ടി 20 ലക്ഷം തരാമോ, ഞാൻ വാടക വീട്ടിലാണ്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു സാധാരണ വ്യക്തിയാണ്. ചെറിയൊരു മഴയുടെ പ്രശ്നമുള്ളതുകൊണ്ട് സൗണ്ട് കുറച്ച് ഇതായിരിക്കും കേൾക്കാൻ. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കുക. അപ്പോൾ എന്നെ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ പറയാൻ കാരണം, ഇത് ചെറിയ സാവകാശം നമ്മൾ ചോദിക്കും. കാരണം വരുമ്പോൾ തന്നെ ജെനുവിനിറ്റി ഒന്നും അറിയണമല്ലോ എന്നറിയാൻ വേണ്ടി. പക്ഷേ ആളുകൾക്ക് അത്ര പിടിക്കില്ല. പറഞ്ഞാൽ അപ്പം തന്നെ കൊടുത്തില്ലെങ്കിൽ അവരപ്പം തന്നെ അൺബ്ലോക്ക് അല്ലെങ്കിൽ ബ്ലോക്ക്, ഓക്കെ ടാറ്റ ബൈ ബൈ, അതിലൊന്നും നമുക്ക് വിഷയമില്ല. ബ്ലോക്ക് ചെയ്യുകയോ ചെയ്യാതിരിക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടങ്ങൾ. അപ്പം ഞാൻ പറയുന്ന ഇതാണ്, ചെറിയ ചെറിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യമേ വലിയ പണക്കാരനൊന്നുമല്ല, സാധാരണ നിലയിൽ വരുന്ന ഒരു മനുഷ്യൻ. ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്താണെന്ന് ശരിക്കറിയാവുന്ന ആളാണ്. അതുവഴി ഒരുപാട് ഫ്രണ്ട്സ് തന്നെ എനിക്ക് ഇല്ലാതായി പോയ വ്യക്തികളാണ്. തുറന്ന് ഞാൻ പറയാലോ, നല്ല രീതിയിൽ ഉണ്ടാകുന്ന സുഹൃത്തുക്കൾ പോലും ഇല്ലാതിരുന്നു, നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയുണ്ട്. അതൊക്കെ അനുഭവിച്ചതെന്ന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം എനിക്കൊരു പെൺകുട്ടി രാത്രി 12 മണിയപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ചു. ഞാൻ അന്നേരം ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ വൈക്കത്തൊരു ഓട്ടത്താണ്. വൈക്കം വരെ ഞാൻ ഓട്ടത് കസ്റ്റമറുടെ വീട്ടിൽ രാത്രി, അതും എൻ്റെ വീട്ടിൽ അരി മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ചില സഹായം വേണം, സഹായിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ എന്നെ കഴിയാവുന്ന രീതിയിൽ സഹായിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എന്നെ പറ്റത്തുള്ളൂ. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ തന്നെ എനിക്ക് ചില സാവകാശങ്ങൾ കിട്ടണം. അതല്ലാതെ നിങ്ങൾ പറയുമ്പോൾ തന്നെ ചെയ്തു തരാമെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നൊരു വ്യക്തിയല്ല. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. സഹായിക്കണമെന്ന് എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എന്നെ കിട്ടുന്ന ഒരു വരുമാനത്തിൻ്റെ ഓഹരിയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എനിക്കും ആവശ്യങ്ങളുണ്ട്, എനിക്കും കുടുംബമുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുക, അതിൽ നിന്നും എനിക്കൊരു വരുമാനം കിട്ടുമ്പോൾ അതിൻ്റെ ഒരു വീതം എനിക്ക് ആളുകൾക്ക് കൊടുക്കാൻ സാധിക്കും. അതാണ് ഞാൻ പറയാൻ വന്നത്. അപ്പോൾ നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഇനി മുന്നോട്ടുള്ള യാത്രയെ സാധൂകരിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും എൻ്റെ കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും എൻ്റെ കൂടെ ഉണ്ടാവണം. എന്നാൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. നിങ്ങൾ പറയുന്നതിലെ ഒരുപാട് ലക്ഷങ്ങൾ ചോദിച്ചാൽ തരാൻ എൻ്റെ കയ്യിലില്ല. ഞാൻ വെറും ഒരു 3 സെൻറ്റ് വീട്ടിൽ താമസിക്കുന്ന ഒരു സാധാരണക്കാരനായൊരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്, നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കൂടുതൽ നിങ്ങൾ കാണുക. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇതിലെല്ലാം നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഈ സപ്പോർട്ടാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സഹായിക്കുക. ഇതുവഴി നമ്മൾക്ക് കിട്ടുന്ന ഒരു എമൗണ്ട്, അതിൻ്റെ ഒരു വിഹിതം കൂടി ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് 100% ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുക തന്നെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് വളരെയധികം സന്തോഷം. നന്ദി, നമസ്കാരം.